കുറേ കാലമായി വ്ളോഗ് ചെയ്തിട്ട് അധികം ഞാൻ റിയാക്ഷൻ വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ വ്ളോഗ് ചെയ്യാത്തതെന്നൊക്കെ. അപ്പോൾ എന്താണെങ്കിലും കുറച്ചായിട്ട് വ്ളോഗ് ചെയ്യാനെന്നുള്ളൊരു മൂഡില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വ്ളോഗ് ചെയ്യാതിരുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കണോണ്ട് എന്നാൽ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിപ്പോൾ പെരുമ്പലത്ത് വന്നിരുന്നു. പെരുമ്പലം എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ കേട്ടോ. ഇന്നലെ വന്നിരുന്നു. അതാ ഇനി ബേബി എല്ലാവരോടും ഹായ് പറയുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ പെരുമ്പലത്ത് നിന്ന് തിരിച്ചു പോവുകയാണ്. ഇന്നലെ വന്നതായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഇന്നത്തെ ഒരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിപ്പ വൈറസ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ആളുകളെ ബാധിച്ച് കൊണ്ടിരിക്കുന്നൊരു സമയമാണല്ലോ. അപ്പോൾ ഇപ്പം ഇവിടെ പാണ്ടിക്കാട് പഞ്ചായത്തിലുള്ള ഒരു കുട്ടി മരിച്ചു. ഇനിയിപ്പം ഈ സംഭവങ്ങൾ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രകളൊക്കെ ചിലപ്പോൾ റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പം നമ്മളിന്ന് കുറച്ച് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇതുവിന് ഇനി സ്കൂളൊന്നും ഇല്ലല്ലേ? നാളെ ഉണ്ടോ? അപ്പൊ എന്റേത് ഏത് പഞ്ചായത്താ? എന്റെ പഞ്ചായത്ത് ഏതാ? മദ്രസ ഇല്ലല്ലോ. സാബ് ഏതൊക്കെ പഞ്ചായത്തിലാണ് റെസ്ട്രിക്ഷൻ? പാണ്ടിക്കാടും ആനക്കയം. അപ്പോൾ അവൻ്റെ മദ്രസ ആനക്കയം പഞ്ചായത്തിലും സ്കൂള് മലപ്പുറം പഞ്ചായത്തിലായതുകൊണ്ട് അവന് മദ്രസ ഇല്ല. ഏതാണ്? കൂട്ടിലങ്ങാടി പഞ്ചായത്തായതുകൊണ്ട് മദ്രസ മാത്രമല്ല, മദ്രസ ആനക്കയം പഞ്ചായത്തിലായതുകൊണ്ടില്ല. അറിയില്ല. ഇനിയിപ്പോൾ എന്താണെങ്കിലും റെസ്ട്രിക്ഷൻസ് കൂടി വരാനുള്ള സാധ്യത ഉണ്ട്. എവിടുന്നാ ബൈക്കൊക്കെ ഒരാളെയും കൂടെ കൊണ്ടുപോയി തമ്മില്ല? എവിടുന്ന് ഒരാളെ കൊണ്ടുപോയി ഇയാളെ എന്നോട് പറഞ്ഞേ? മലപ്പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതും പോസിറ്റീവ് ആകുകയാണെങ്കിൽ സംഭവം കട്ടപ്പുക. സീബെ ഒരു ഹായ്. അതാണ് എന്റെ സിന്ന അനിയത്തി. വാതിലും തുറന്നിട്ടില്ല. നീനു സീബിന്റെ വൺ ആൻഡ് ഓൺലി ഡോട്ടറാണ് നീ. ഈവോ ഈ എവിടെ? ഇവ എവിടെ? ഇവനെ കാണില്ലല്ലോ. അവിടെ ഉണ്ടോ? ഓക്കെ. ഞങ്ങളിങ്ങനെ ഡൗട്ട് അടിച്ചാൽ പോകുന്നു. ഇവിടെ റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. പക്ഷെ ഇവിടെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആനക്കയത്തെത്തി. ആനക്കയം ടൗണാണിത്. കാരണം അങ്ങനെ ആ പോണ റോഡ് മഞ്ചേരിക്കുള്ള റോഡാണ്. ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞിപ്പോൾ ഞങ്ങൾ ഈ തിരിഞ്ഞു പോണ റോഡ് മലപ്പുറം റോഡ്. അപ്പം ഞങ്ങൾ ഈ വന്ന റോഡ് പെരിന്തൽമണ്ണ റോഡാണ്. അനിയത്തിൽ എങ്ങനെ നിയന്ത്രണോ ഉണ്ട്? 5 മണിക്ക് തുടങ്ങുന്നുണ്ട്. ഷോപ്പുകൾ കൂട്ടണം എന്നാണ് 5 മണിക്ക്. കടകളൊക്കെ 5 മണി വരെ ഉള്ളൂ. കടകൾ 5 മണി. പണ്ട് കൊറോണന്റെ സമയത്ത് അങ്ങനെയൊക്കെ തന്നെ ചെയ്തിരുന്നു. എന്താണെങ്കിലും വീണ്ടും ഒരു ലോക്ക്ഡൗൺ ഇല്ലാതിരിക്കട്ടെ. എന്താ ഇനി ബേബിയെ? എന്താ ഇനി ബേബിയെ? എന്താണ്? എങ്ങനെ? ടോക്കിന്റെ സ്പീഡാണെന്നോ? എന്താ മസാജായി പറഞ്ഞേ? ഓളെ ഇളക്കി വിടല്ലേ, എന്ന് എനിക്കൊരു ധൈര്യം ഉണ്ടാവില്ല. റേറ്റ് ഉണ്ടല്ലോ. മേലത്തണി 150, അടിയത്തണി 120, പിന്നെ ഇങ്ങോട്ടണി 160, 150, 150 മാറ്റണ്ട. പ്ലമ്മാണ് സാധാ മാർബിൾ. കാലും അത് അരയല്ലേ? ഇത് കാലും അത് രണ്ടും അരയൊക്കെ. അത് പറ്റൂല, അത് വേറെ റേറ്റാണ്. അത് 120 ഈ കപ്പ് കേക്കിന്.
ഈ പൂന്തി ഒരു കാലം ബേബി പോകാം പോകാം ലെറ്റ്സ് ഗോ മാറ്റിയോ ലെറ്റ്സ് ഗോ ടാറ്റാ പറഞ്ഞേ ക്യാമറ കൊഴിഞ്ഞാടി. സാബിന്റെ വീട്ടിലേക്ക് നാളെ ഗസ്റ്റ് വരുന്നുണ്ടെന്നാണ്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി ബേക്കറി വാങ്ങിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നേ. അപ്പൊ കൂട്ടത്തിൽ ഞാൻ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. എന്തിനു അതിന് ഫുള്ള് കഴിച്ചിട്ട് പുറത്ത് കിട്ടോ. നിതുവിന്റെ വീടെത്താനായി. ഫ്രണ്ടിന്റെ വീട് എത്താനായി. എന്റെ ഫ്രണ്ടിന്റെ വീട് എന്ത് പാട്ടാണ്? അവിടെ എത്തുമ്പോ കേക്കും പാടിക്കൊണ്ടിട്ടോ. എന്നാലുള്ളൂ കേട്ടോ വീഡിയോയില് ശരിക്ക് കേൾക്കുക, ശരിക്ക് പാടണേ. അല്ലെങ്കിൽ അത് കേൾക്കണോൾക്കൊക്കെ വെറുതെ എന്താണ് ഉണ്ടാക്കി പാട്ടാക്കിയിരുന്നു. ഈബു പറഞ്ഞതിൽ ഒരു കാര്യണ്ട്. പാടാൻ വരിക ഞാൻ പാടില്ല, അത് എന്റെ സ്വന്തം പാട്ടല്ലേ. പാടുന്നാലേ ഏതാണ് വീട് ആരെ വീട്? എന്റെ ചങ്ങായിന്റെ ഒരു വീടേ. എന്താണ് ചങ്ങാതിന്റെ പേര്? അവിടെ ചങ്ങാതിന്റെ പേര് പറയേ. പഠിക്കോ നിതുവിന്റെ ഫ്രണ്ട്സ് പാടുന്നുണ്ടെങ്കിൽ പാടി ഞാൻ ഓഫ് ചെയ്യാം. ഓർക്ക പാട്. അതാണ് പാട്ട്. എന്നാ പാട്. ഈ സ്കൂളിലാണ് നിതും നീനും പഠിക്കുന്നത് അല്ലേ? വൈകാക്കുന്റെ അതിസാഹസികമായ ഡ്രൈവിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കുണ്ടു റോട്ടിൽ നിന്നും വളരെ സ്പഷ്ടമായി വണ്ടി തട്ടാതെ എടുത്തുകൊണ്ട് മാതൃകയായിരിക്കും. അങ്ങനെ ഗോയ്സ് നമ്മൾ സാബിയുടെ വീട്ടിലെത്തിയിരിക്കുന്നു. സോബിന്റെ വീടാണത്. കുക്കായ പോയി അങ്ങനെ പറഞ്ഞു കരിപ്പിച്ചണ്ട. കുക്കായ പോയി അങ്ങോട്ട് എടുക്കാനോ വൈക്കൊക്കെ വണ്ടി. ഇവിടെ കുക്കായ പോയോ? ഇനി ബേബിയെ ഓളെ ചുണ്ടൊക്കെ പോയിക്കണ്. ഓളെ ഫ്രണ്ടാണ് കുക്കായ പോയിട്ട് അവക്ക് സങ്കടം വന്നിക്കാണേ. ഇനി ബേബിയെ നോക്കട്ടെ. ഇനി ബേബിന്റെ ഫ്രണ്ട് പോയിക്ക. ഓള് കരഞ്ഞോട്ടെ. ഞങ്ങൾ സീബിനെ ഇറക്കി കൊടുത്തിട്ട് പോരുകയാണ് കേട്ടോ. ഇനി ബേബിക്ക് എന്താ കുറുമ്പ് പിടിച്ചിട്ടുണ്ട്. എന്റെ 2-വീലർ വർക്ക്ഷോപ്പിലാണ്. അപ്പൊ അതിനുള്ള ഒരു സാധനം റെഡിയാക്കാനുള്ള മീറ്റർ
ഇവിടെ അമ്മായിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. കാരണം അമ്മായിന്റെ മകൻ ആണ് വണ്ടി ശരിയാക്കി തരുന്നത്. അവിടെ കൊടുക്കണം. അതിന് ബേബി വേണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് വേണ്ട. അങ്ങനെ ഗോയ്സ് ഞങ്ങൾ അമ്മായിന്റെ വീട്ടിലെത്തി. ഇതാ ഈ നേരെ കാണുന്നതാണ് കേട്ടോ അമ്മായിന്റെ വീട്. അങ്ങനെ മൈ ഡിയേഴ്സ് നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. ബൈ. പട്ടി പറഞ്ഞിരിക്കുമ്പോ ഈ പട്ടിയെ പിടിച്ചാ നിൽക്കുക.